ഹായ് ഫ്രണ്ട്സ്, വൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും വൈത്തുൽ ഗാർഡനിൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ചെടി വിങ്ക റോസയാണ് കേട്ടോ. ഉഷമലരി, അതുപോലെ തന്നെ നിത്യകല്യാണി, ശവനാറി ചെടി എന്നൊക്കെ പറയുന്നത് വിങ്ക റോസ. പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ കൊണ്ടുവന്ന് നട്ടിട്ട് ചീഞ്ഞു പോണേ, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നു, പൂക്കൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അത് തീരെ നമ്മുടെ ഗാർഡനിൽ ഇല്ലാണ്ടായി പോവുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് കേട്ടോ. വിങ്ക റോസ പിടിക്കുന്നില്ല, പൂക്കൾ ഒരുപാടുണ്ടാകും, അതുപോലെ തന്നെ തിക്കായിട്ട് നമ്മൾ ബുഷിയായിട്ട് വളരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഒരു 8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 8 ടിപ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ വിങ്ക റോസ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിങ്ക റോസക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വേണം കേട്ടോ. നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ ഈ പ്ലാന്റ്സ് നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പം വേനൽക്കാലത്തും മഴക്കാലത്തും നമുക്ക് ഒരുപോലെ പൂക്കൾ തരുന്ന പ്ലാന്റാണ്. പറയുകയാണെങ്കിൽ 365 ദിവസം നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റാണ് നമ്മുടെ വിങ്ക റോസ് കേട്ടോ. അപ്പോൾ നല്ല വെയിലത്താണ് നമ്മൾ വെക്കേണ്ടത്. ആ കാര്യമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത് ഓവർ വെള്ളം, ചട്ടിയിൽ നട്ട ചെടിയാണെങ്കിൽ ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നിലത്താണ് പിന്നെ പ്രശ്നമില്ല. ചട്ടിയിൽ നട്ട ചെടിക്ക് നമ്മൾ മിതമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ടും വേരൊക്കെ ചീഞ്ഞ് ചെടി ഇല്ലാതായി പോട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ഒഴിക്കേണ്ടതെന്നല്ല, നമ്മൾ വെള്ളം നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മൂന്നാമത്തെ, നമ്മളൊരു നഴ്സറിയിൽ നിന്നാണ് ഈ പ്ലാന്റ് വാങ്ങുന്നത് വിചാരിക്കുക. ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തിലും അതുപോലെ തന്നെ ആങ്ങി ഇനത്തിലോ നാടൻ ഇനത്തിലൊക്കെ ഈ വിങ്ക റോസ ഒരുപാട് അവൈലബിൾ ആണല്ലേ. അപ്പോൾ നഴ്സറി നമ്മളൊരു ചെടി തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ടാകും വിങ്കയിൽ. ചിലപ്പോൾ ഒറ്റ പൂവുള്ള ഉണ്ടാകും, പക്ഷേ ഒറ്റ പൂവായിരിക്കും ചിലപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളത്. നമ്മൾ ഒരു പ്ലാന്റ്സ് നഴ്സറിയിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി തിരഞ്ഞെടുക്കണം കേട്ടോ. അല്ലാതെ അതിൽ കുറേ പൂക്കളുള്ളത് നോക്കി നമ്മൾ എടുത്ത് കൊണ്ടുവരരുത്. ചെടിക്ക് നല്ല ആരോഗ്യമുണ്ടോ നോക്കിയിട്ട് ആ ചെടി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ചെടി നമ്മൾ അതിൻ്റെ മണ്ണ് പരിശോധിക്കുക. ഒരു ഗ്രോ ബാഗിലേക്ക് നമ്മൾ വാങ്ങുന്നുണ്ടാകുക, ആ മണ്ണ് ചളി പോലത്തെ മണ്ണാണെങ്കിൽ നമ്മൾ ആ മണ്ണ് നീക്കം ചെയ്യണം. അല്ലെങ്കിൽ നല്ല പൊട്ടി മിക്സിൽ വ്യാസാക്കൊട്ടയൊക്കെ ചേർത്തിട്ടുള്ളതാണെങ്കിൽ നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല. അത് നമുക്ക് റീപ്പോർട്ട് ചെയ്താൽ മതി. അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നാലാമത്തെ കാര്യം, ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്യാനേ പാടില്ല. നമ്മുടെ അന്തരീക്ഷവുമായിട്ടൊന്ന് ഇണങ്ങിയതിന് ശേഷം മാത്രം നമുക്കത് റീപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് ബുഷി ആവുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു തൈ വാങ്ങിക്കൊണ്ടുവന്ന് അത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ തലഭാഗം നുള്ളിയെടുക്കുക. തലഭാഗം നുള്ളിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ബ്രാഞ്ചസ് വന്നാൽ ആ ചെടി നല്ലൊരു തിക്കായിട്ട് നിൽക്കട്ടെ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ തലഭാഗം നമ്മൾ പിച്ചിയെടുക്കുക, അല്ലെങ്കിൽ നുള്ളിയെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു 4-5 ബ്രാഞ്ചസ് വരും. അപ്പം ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നിൽക്കട്ടോ. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സ് നല്ല കണക്റ്റായിട്ടുള്ള പോട്ടി മിക്സ് ആണ് കേട്ടോ. കാരണം നമ്മളെ പോട്ടി മിക്സ് മണ്ണും മണലും ചാണകപ്പൊടി എല്ലാം ആഡ് ചെയ്തിട്ടുള്ള, ചകിരിച്ചോറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. നമ്മളൊരു കമ്പ് കട്ടിങ്, നമുക്കറിയാം വിത്ത് പാകിയിട്ട് അതുപോലെ തന്നെ കമ്പ് നട്ടിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. അപ്പോൾ വിത്ത് പാകി തൈകളാകുമ്പോഴേക്ക് കുറേ ടൈം എടുക്കും. നമുക്ക് വേഗത്തിൽ കുറച്ച് വലുപ്പം വെച്ചാൽ വിങ്ക റോസ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കട്ടിങ്സ് എടുത്തിട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ നമ്മൾ വലിയ ചെടിയായിട്ട് പെട്ടെന്ന് മാറിക്കിട്ടും അല്ലേ. അപ്പോൾ കട്ടിങ്സ് നടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വെറും മണ്ണിൽ നട്ടു കൊടുക്കുക. അതിൽ വളമൊന്നും ചേർക്കാതെ നമ്മൾ വെറും മണ്ണിൽ നട്ടു കൊടുക്കുക. മണ്ണിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് വേര് വരും. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് വിങ്ക റോസ വേര് പിടിപ്പിക്കാൻ പറ്റുന്ന കേട്ടോ. വേര് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മണ്ണിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെടി, അതായത് നമ്മുടെ വിങ്ക റോസ നമ്മൾ ഇടയ്ക്കൊന്ന് പ്രോണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ നമ്മൾ മസ്റ്റായിട്ട് മാസത്തിലൊരിക്കൽ വളം കൊടുക്കണം കേട്ടോ. മറന്നു പോകാതെ നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ വളം എന്തായാലും കൊടുക്കണം. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഉഷമലരി അല്ലെങ്കിൽ വിങ്ക ചെടി ഒരു ചെടി നമുക്കൊരു 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷമൊക്കെ നമുക്ക് ഈട് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളെ മദർ പ്ലാന്റ് എന്തായാലും നമ്മളെങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് വേറെ തൈകൾ ഉണ്ടാക്കുക.
അല്ലെങ്കിൽ വിത്ത് പാകിയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അല്ല വിത്ത് പാകിയിട്ട് നമുക്ക് പുതിയ തൈകൾ വിത്ത് അവിടെ തന്നെ വീണിട്ട് നമുക്ക് ഉണ്ടാവട്ടെ. ഇതിൻ്റെ ഉള്ളിലാണ് വിത്തുള്ളത്. അപ്പോൾ വിത്ത് വീണിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് ഇത് ഉണങ്ങിയിട്ടില്ലത് പച്ച കേട്ടോ. വിത്ത് പാകിയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ചെയ്യണം. പെട്ടെന്ന് തന്നെ നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് പുതിയ പുതിയ തൈകളാക്കി എടുക്കണം. പിന്നെ ഒരു കളറ്, അതായത് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കളറോ വൈറ്റും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പൂക്കളായിട്ട് മാറ്റും. കാരണം എന്താ, നമ്മൾ വെള്ളയും ഈ ഒരു കളർ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഉണ്ടാവുന്ന ചെടിയിൽ പൂവ് വെള്ളയും ഈ ഒരു മജന്ത കളർ കൂടിയതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ 10 മണി ചെടിയിൽ ചെയ്യും പോലെ നമുക്ക് പൂക്കൾ വേറെ ആക്കി, അതായത് വിങ്കാ റോസ് വേറൊരു കളറിലേക്ക് ആക്കിയെടുക്കാൻ നമുക്കത് ഒന്ന് ഈ ഒരു പൂവിൻ്റെ മുകളിൽ മറ്റേ പൂവ് മുട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. ആ വിത്ത് പിന്നെ ഉണ്ടാവുന്നത് വേറൊരു കളറുള്ള പൂക്കളായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. ഒരുപാട് ഇങ്ങനെയുള്ള ഒരു 8-9 കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിങ്കാ റോസ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഒരു ഇൻ്റർലോക്കിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ടുള്ളൊരു ചെടിയാണ്. എന്നിട്ട് നിറയെ പൂക്കളുണ്ട്, വളമൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നാടൻ ഇനത്തിലുള്ള വിങ്കാ റോസൊക്കെ നമ്മൾ ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ല. നമ്മളൊന്ന് നോക്കിയാൽ മതി. കാരണം നല്ല വെയിലുള്ള സ്ഥലത്ത് റോഡരികിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം ഞാനിങ്ങനെ എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത്, കോഴിക്കോട് വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു റോഡ് വഴിയരികിൽ ഒരു കടയുടെ മുന്നിലായിട്ട് ഒരുപാട് വിങ്കാ റോസ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു, ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. നമ്മൾ നോക്കണമെന്നില്ല, ഇവർക്ക് വെയിൽ കിട്ടണം കേട്ടോ. നല്ല രീതിയിലുള്ള വെയിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഈ ചെടി നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ. പൂക്കളുണ്ടാകും. ബൊഗൻവില്ല പ്ലാന്റ്സിനെ പോലെ തന്നെ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വെയിൽ തട്ടിയാൽ മാത്രമേ നമ്മുടെ വിങ്കാ റോസൊക്കെ പൂക്കളുണ്ടാവുള്ളൂ. അപ്പോൾ വിങ്കാ റോസിൻ്റെ ഹൈബ്രിഡിനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 വർഷക്കാലം കിട്ടും. അതുമല്ല നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഹൈബ്രിഡ് ഇനത്തിലാകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കെയറിങ് കൊടുത്താൽ മാത്രമേ ആ പ്ലാന്റ്സ് നല്ല രീതിയിൽ നമുക്ക് വളരുള്ളൂ. നമുക്കിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിത്തൊക്കെ എടുത്തിട്ട് വിത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് മഴക്കാലമൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേനൽക്കാലത്തേക്ക് പൂക്കൾ ഉണ്ടാക്കാനും വെക്കാം. അപ്പോൾ മഴക്കാലത്തും ഉണ്ടാവും കേട്ടോ, പക്ഷേ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് വേനൽക്കാലത്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പ്ലാന്റ്സ് ചീഞ്ഞു പോവാതെ അല്ലെങ്കിൽ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിട്ട് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് നമ്മുടെ ചട്ടിയിൽ വളരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. വിങ്കാ റോസ നമുക്കറിയാം ഒരുപാട് ഹൈബ്രിഡ് ഇനത്തിൽ വയലറ്റ്, വൈറ്റ്, പിങ്ക്, ഓറഞ്ച് അങ്ങനെയുള്ള ഒരുപാട് കളറിലുണ്ട് കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും. ഒന്നും വേണ്ട, നമ്മുടെ ഗാർഡൻ കളർഫുള്ളാക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റും കൂടിയാണ് ഇത്. നമുക്ക് ചാണകപ്പൊടി നല്ലതാണ് കേട്ടോ. ഇതിന് ചാണകപ്പൊടി അല്ലെങ്കിൽ പച്ച ചാണകം നമ്മൾ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് അതിൻ്റെ തെളി മാത്രം എടുക്കുക. തെളി മാത്രം എടുത്തിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിന് ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ്. അതുകൂടാതെ നമുക്ക് NPK 19 ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കിയാൽ മതി.